നെറ്റിലൂടെയെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറാണെന്ന പേരിൽ ഫോട്ടോസുകളും ഒക്കെ കാണാറുണ്ട്. അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ഒരു സഹോദരൻ ചോദിക്കുന്നു. ഞാനിവിടെ സാധാരണ പറയാറുള്ളതായ കാര്യമാണത്. സന്ദർശകർ പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമാണ്. റസൂലുള്ളാഹിന്റെ ഖബറിന്റെ പരിസരത്തിൽ 6 കൊല്ലം വർക്ക് ചെയ്ത ആളാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഞാൻ പറയുന്ന കാര്യം അത് 5 5 10 ആണ്, 10:15 അല്ല, 9:45 അല്ല. ലോകത്തോട് ധൈര്യസമേതം പ്രഖ്യാപിക്കാം ഞാൻ പറയുന്ന കാര്യത്തെ കുറിച്ച്. റസൂലുള്ളാഹിയുടെ ഖബറ് ഫോട്ടോ കണ്ടുപിടിച്ച കാലഘട്ടത്തിൽ പോകട്ടെ, മൂപ്പര് പറയുന്ന ഫോട്ടോ കണ്ടുപിടിച്ച കാലത്തെ കുറിച്ചാണല്ലോ, നെറ്റിലൊക്കെ വരലപ്പോഴാണല്ലോ. ഫോട്ടോ കണ്ടുപിടിക്കുന്നതിന് 1350 വർഷം മുമ്പ് വരെ, അഥവാ നാം ഇപ്പോൾ ജീവിക്കുന്നത് 15-ാം നൂറ്റാണ്ടിലാണെന്ന് പറഞ്ഞു. 14-ാം നൂറ്റാണ്ടിന്റെ മധ്യമാകുന്ന 1350 വർഷം വരേക്കും, അന്നത്തെ കാലഘട്ടം മുതൽ ഇന്ന് വരേക്കും റസൂലുള്ളാഹിയുടെ ഖബറിനെ നേരിട്ട് കണ്ടവരില്ല. റസൂലുള്ളാഹിയുടെ ഖബറിനെ ആരൊഴിച്ച് 8-ാം നൂറ്റാണ്ടിന്റെ സമാപനത്തിലോ 9-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലോ മദീനത്തെ പള്ളിക്ക് തീപിടുത്തം ഉണ്ടായപ്പോൾ നബിയുടെ ഖബറിന്റെ പരിസരത്തിൽ നിർമ്മിച്ചതായ വൻമതില്, അത് ഞാൻ നേരത്തെ പറഞ്ഞ തീയതിയിലാണ്, ഹിജ്റ 1350 വർഷം മുമ്പ്, അഥവാ ഹിജ്റ 80-ന്റെയും 90-ന്റെയും ഇടയിലുള്ളതായ വർഷങ്ങളിലാണ്. വലീദ് ഇബ്നു അബ്ദുൽ മലിക് എന്ന രാജാവാണ് ആ വൻമതിൽ കെട്ടിയത്. ആ വൻമതിലിന്റെ ഒരു